Hi all, welcome to Go Learners. നമ്മൾ ഇന്ന് നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിന്റെ മൊഡ്യൂൾ 3യുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം മൊഡ്യൂൾ 3യിൽ ബേസിക്കലി നമ്മൾ എന്താണ് നോക്കിയിട്ടുണ്ടായിരുന്നത്? നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഇൻസേർഷൻ, ഡിലീഷൻ, ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്, സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്, അതുപോലെ തന്നെ അതിൽ ഡാറ്റ അലോക്കേഷൻ, പിന്നെ ഫസ്റ്റ് നമ്മൾ റെഫറൻഷ്യൽ സ്ട്രക്ചർ, സ്ട്രക്ട് ഡാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ബേസിക്കലി കൂടുതൽ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റെഫർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 2023 നമുക്കറിയാം, നമുക്ക് പാർട്ട് എയില് 3 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അപ്പൊ ഈ ഒരു കേസിൽ മൊഡ്യൂൾ 3ന്റെ എന്താണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. Write an algorithm to insert an element at the end of doubly linked list. Illustrate with help of an example. Okay, നമ്മൾ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസേർഷൻ അറ്റ് ബിഗിനിങ്, ഇൻസേർഷൻ അറ്റ് മിഡിൽ, ഇൻസേർഷൻ അറ്റ് എൻഡ് എന്ന് പറഞ്ഞ 3 കാറ്റഗറീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 3 നിങ്ങൾ പഠിക്കുക. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എൻഡ് ആണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് അതിന്റെ അൽഗോരിതം ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ അൽഗോരിതം എഴുതുക, അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അത് കാണിക്കുക. ഓക്കെ, പിന്നെ വാട്ട് യു മീൻ ബൈ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ, ഇതാണ് നമ്മൾ 3ാമത്തെ മൊഡ്യൂളിന്റെ ഇൻട്രൊഡക്ഷനിൽ പഠിച്ച കാര്യം. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ, സെൽഫായിട്ട് റെഫറൻഷ്യൽ സ്ട്രക്ചേഴ്സ്, അതായത് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കേസ് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അടുത്തത് എങ്ങോട്ടാണ് എന്നുള്ളതിന്റെ അഡ്രസ്സ് കൊടുക്കും, അതും കണക്ട് ചെയ്തിട്ട് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ നമ്മൾ അതിന്റെ കോഡും അതുപോലെ തന്നെ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ ഡെഫിനിഷനും എക്സാമ്പിളും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ്ലി 3 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ പാർട്ട് ബി എന്തൊക്കെയാണെന്ന് നോക്കാം. പാർട്ട് ബിയിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് 14 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ്. ഓറായിട്ട് 14 ഓർ 14, എന്തായാലും നമുക്ക് മൊത്തം 14 മാർക്കാണ് വരുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളത് വാട്ട് യു മീൻ ബൈ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്, റൈറ്റ് ആൻ അൽഗോരിതം ടു പെർഫോം ഇൻസേർഷൻ ആൻഡ് ഡിലീറ്റ് ഓപ്പറേഷൻ ഓൺ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്, സർക്കുലർ ക്യൂ പറഞ്ഞ പോലെ തന്നെയാണ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഓപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് റെഫർ ചെയ്യാം. ഓക്കെ, അത് 7 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ബി പാർട്ട്, ഗിവൺ 5 മെമ്മറി പാർട്ടീഷൻസ് 40 KB, 600 KB, 350 KB, 200 KB, 800 KB in order. How would first fit, best fit and worst fit algorithm place process in of 520 KB, 617 KB, 200 KB and 750 KB in order? Okay, ഇത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ള കേസാണ് നമുക്ക് ഈ പാർട്ടീഷൻസ് എല്ലാം. അപ്പോൾ ഇതിനും നിങ്ങൾക്ക് 7 മാർക്കാണ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ്, വേസ്റ്റ് ഫിറ്റ് കേസുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുക. അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്കറിയാം, നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് 5 പാർട്ടീഷൻസ് ആണുള്ളത്. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന അത്ര സ്പേസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റിൽ നമുക്ക് 400, ഇവിടെ 600, ഇവിടെ 350, ഇവിടെ 200, ഇവിടെ 800 എന്നുള്ള രീതിയിലാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഫസ്റ്റ് ഫിറ്റ്, വേസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ് എന്താ. ഫസ്റ്റ് ഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ആദ്യം കാണുന്നത് എവിടെയാണോ സൂട്ടബിൾ ആയിട്ടുള്ളത് അവിടെ നമ്മൾ നമ്മുടെ ആ ഒരു പ്ലേസ് ചെയ്യും. അതാണ് ഫസ്റ്റ് ഫിറ്റ്. ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുമ്പോൾ അത് ബെസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നമ്മളത് കൊടുക്കാം. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ കൂടുതൽ സ്പേസ് ഉള്ളത് അവിടെ നമ്മൾ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കേസിൽ ഫസ്റ്റ് ഫിറ്റ് നോക്കാം. നമുക്ക് 4 പാർട്ടീഷൻസ് ആണ് ഇവിടെ ഉള്ളത് കണ്ട ക്വസ്റ്റ്യനിൽ. അപ്പൊ ഇത് നമ്മൾ ഓർഡറിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഫിറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം കാണുന്നതാണ്. അപ്പൊ 520 നമ്മൾ എടുത്തു. 520 നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടെ പറ്റും. നമ്മൾ ആദ്യം കണ്ടത് ഏതാ? 600. അപ്പൊ നമ്മൾ നേരെ 600 ഫിറ്റ് ചെയ്തു. ബാക്കി നമുക്ക് 80 KB ഇവിടെ ലെഫ്റ്റ് ആണ്. ഓക്കെ, അടുത്തത് നമുക്കുള്ളത് 617 ആണ്. 617 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, കാരണം ഇവിടെ ഓൾറെഡി ഫിൽഡ് ആയി. ഇവിടെ പറ്റുമോ? 350 ഇല്ല. 200 പറ്റുമോ? ഇല്ല. 800 പറ്റും. 600 പറ്റില്ല, 800 പറ്റും. അപ്പൊ നമ്മൾ 800 സ്റ്റോർ ചെയ്യും. അപ്പൊ ഇതിൽ ബാക്കി 183 വരും. 183 എങ്ങനെയാ വരിക? നമ്മൾ ഇത്രയും സ്പേസ് 617 സ്റ്റോർ ചെയ്ത 800 മൈനസ് 617 ചെയ്യുന്ന സമയത്ത് നമുക്ക് 183 വരും. ആ ഒരു ലെവലിലാണ് ഇത് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നമുക്ക് 200 ആണ്. 200 ഫസ്റ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം നമ്മൾ ആദ്യത്തെ
ഫസ്റ്റ് നിന്ന് തുടങ്ങും. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ 200 ഫിറ്റ് ചെയ്യാം. കാരണം 400 ആണ്, 200-നേക്കാളും ചെറുതാണ്, ഇവിടെ തന്നെ നമുക്ക് കൊടുക്കാം. പിന്നെ ബാക്കി നമുക്ക് 200 ആണ് വരിക. പിന്നെ നമുക്ക് 750 ആണ് അടുത്തത് വരുന്നത്. 750 നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. 400-ൽ പറ്റില്ല, 600-ൽ പറ്റില്ല, 350-ൽ പറ്റില്ല, 200-ൽ പറ്റില്ല, 800-ൽ പറ്റും. പക്ഷെ നമ്മൾ 800-ൽ ഓൾറെഡി 617 കൊടുത്തു. പിന്നെ അവിടെ ബാക്കിയുള്ളത് 183 ആണ്. ആ ഒരു സ്പേസിൽ എന്തായാലും 750 നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫിറ്റ്. ഇനി നമുക്ക് ബെസ്റ്റ് ഫിറ്റ് നോക്കാം. ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 520 തന്നെ എടുക്കുക. 520 എടുക്കുമ്പോൾ ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള പ്ലേസ് ഏതാ? ഇതിനേക്കാളും 600-ൽ തന്നെയാണ് ബെസ്റ്റ് ഫിറ്റ്. നമുക്ക് ശരിക്കും 520 എവിടെയൊക്കെ പ്ലേസ് ചെയ്യാം? ഇവിടെയും പ്ലേസ് ചെയ്യാം, ഇവിടെയും പ്ലേസ് ചെയ്യാം. പക്ഷെ അക്യുറേറ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ 520 600-ലാണ് ആപ്റ്റ്. അപ്പോൾ അവിടെ കുറച്ച് സ്പേസ്, ബെസ്റ്റ് സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, കൂടുതൽ സ്പേസ് ഫ്രീ ആവാതെ കുറഞ്ഞ, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാതും നമുക്ക് സെറ്റ് ആവുന്ന രീതിയിൽ വെക്കുന്ന സമയത്ത് 600-ലാണ് 520 വരിക. അപ്പോൾ ഇത് അതുപോലെ തന്നെ വരും. പിന്നെ നമുക്ക് 617 ഉണ്ട്. 617 എവിടെ? 800-ൽ തന്നെയാണ് വരുള്ളൂ. കാരണം ഇവിടെ ബാക്കിയുള്ള സ്പേസുകളിലൊന്നും ബെസ്റ്റ് ഫിറ്റ് ആയിട്ട് നമുക്ക് 617 വെക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സെക്കൻഡ് കേസും അതുപോലെ തന്നെ വരും. ഓക്കെ, പക്ഷെ 200 നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെയാണ്? നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. 400-ൽ 200 വെച്ചാൽ നമുക്ക് 200 ബാക്കി ഉണ്ടാവും. 600-ൽ വെച്ചാലും ബാക്കി ഉണ്ടാവും, ഇവിടെയും ബാക്കി ഉണ്ടാവും. പക്ഷെ ഇവിടെ വെച്ചാൽ നമുക്ക് ബാക്കി ഉണ്ടാവില്ല. കറക്റ്റ് വെക്കാം. അപ്പോൾ ഈ 200-ന്റെ കേസ് മാത്രം ചേഞ്ച് വരും. 750 പിന്നെ നമുക്ക് ഇവിടെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കണ്ടോ? അപ്പോൾ ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുമ്പോൾ 520 അതുപോലെ തന്നെ, 617 അതുപോലെ തന്നെ, 200 നമ്മൾ 200-ന്റെ അടുത്ത് വെക്കും. അങ്ങനെ നമുക്ക് 0 ആയിരിക്കും അവിടെ ലെഫ്റ്റ് ഉണ്ടാവുക. 750-നെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി വേസ്റ്റ് ഫിറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ 520 എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പേസ് എവിടെയാണോ ഉള്ളത് അവിടെ കൊണ്ടുപോയി 520 വെക്കണം. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളത് 800-ലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 520 വെക്കില്ലേ? അപ്പോൾ അവിടെ ബാക്കി എത്ര ഉണ്ടാവും? 280 ആണ് ഇവിടെ ബാലൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അടുത്തത് 617 നമ്മൾ എടുക്കുന്ന സമയത്ത് 617-നെ നമുക്ക് ഇവിടെ എവിടെയും വെക്കാൻ പറ്റില്ല. കാരണം എന്താ? ഓൾറെഡി ഫിൽഡ് ആയി. പിന്നെ 200 നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ 200-ന് സ്പേസ് ഉള്ളത് ഈ 600-ലാണ്. കാരണം എന്താ? ഇതിൽ ഏറ്റവും വലുത് ഇനിയുള്ളത് 600 ആണ്. അപ്പം നമ്മൾ 200-നെ ഇവിടെ വെക്കും അല്ലേ? 200-നെ നമ്മൾ 600-ന്റെ അടുത്ത് വെക്കും. ഓക്കെ, അപ്പം 100-നെ നമ്മൾ 600-ന്റെ അടുത്ത് വെക്കും. പിന്നെ നമുക്ക് 750-നെ നമുക്ക് ഒരിക്കലും അലോക്കേറ്റ് ചെയ്യാൻ ഇവിടെ സ്പേസ് ഇല്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ്, വേസ്റ്റ് ഫിറ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മളിത് റെപ്രസെന്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ഏത് പ്രോബ്ലം വന്നാലും ഇത് ഓരോ പാർട്ടീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യണം വരച്ചിട്ട്. നിങ്ങൾ ഈ പാർട്ടീഷൻസ് ഒക്കെ കാണിക്കണം കേട്ടോ. കാരണം ഇവിടെയാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് എഴുതി കാണിച്ചാലും മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് ഈ ഒരു കേസിൽ ഫസ്റ്റ് ഫിറ്റും ബെസ്റ്റ് ഫിറ്റും വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്യുക. പിന്നെ 7 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് Write an algorithm to insert an element at beginning, end and intermediate position of doubly linked. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. മിഡിലിൽ എങ്ങനെ ഇൻസേർട്ട് ചെയ്യും, ഇന്റർമീഡിയറ്റിൽ അതുപോലെ തന്നെ എൻഡിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അത് അതുപോലെ നിങ്ങൾ എഴുതിയാൽ മതി. പിന്നെ അപ്പെൻഡ് വൺ ലിങ്ക്ഡ് ലിസ്റ്റ് ടു അനദർ. അതായത് നമ്മൾ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിനെ വേറൊരു ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് അപ്പെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, 1 2 3 എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ലിങ്ക്ഡ് ലിസ്റ്റ് എടുത്തു. ഇവിടെ എക്സിറ്റ് ആയി. പിന്നെ നമ്മൾ 4 5-ലേക്കുള്ള അഡ്രസ്സ് കാണിക്കുന്നതാണ് കേട്ടോ ഇവിടെ. അത് നിങ്ങൾക്ക് അറിയാലോ. 5 പിന്നെ 6 ഇങ്ങനെ 2 ലിങ്ക്ഡ് ലിസ്റ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മൾ പറഞ്ഞു. അതിന് രണ്ടിനെയും നമ്മൾ ജോയിൻ ചെയ്യാണ് അടുത്തൊരു കേസിൽ ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ചാല് ഇപ്പോ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ റെപ്രസെന്റ് ചെയ്തു 1 2 3 എന്നുള്ള പോലെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ ജോയിൻ ചെയ്യാണ്. അതായത് ഈ ഒരു ലിങ്ക്ഡ് ലിസ്റ്റുകളെ 2 ലിങ്ക്ഡ് ലിസ്റ്റുകളെ ജോയിൻ ചെയ്യുക, അപ്പെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ അപ്പെൻഡ് ചെയ്യും? 1-നെ നമ്മൾ കൺസിഡർ, നമ്മൾ ഹെഡർ ഇവിടെ വെക്കും 2-ന്റെയും. എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്യും നമ്മുടെ പൊസിഷൻസ്. എന്നിട്ടാണ് നമ്മൾ അപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിൽ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് 4 പിന്നെ 5 പിന്നെ 6
ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതിന്റെ അൽഗോരിതം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ആദ്യം ലിസ്റ്റിന്റെ ഹെഡറുകൾ ആദ്യം അപ്പൻഡ് ചെയ്യും. എന്നിട്ട് ഹെഡർ 1 നള്ളാണെങ്കിൽ നമ്മൾ ഹെഡ് 2 അടുത്ത ഹെഡിലേക്ക് പോകും. നമ്മളിങ്ങനെ 1 by 1 ആയിട്ടുള്ള ഹെഡുകൾ കമ്പയർ ചെയ്യും. എന്നിട്ട് കറണ്ട് ഈക്വൽ ടു ഹെഡ് 1 വൈൽ കറണ്ട് നെക്സ്റ്റ് ഇസ് നോട്ട് നൾ. കറണ്ട് അതായത് നമ്മൾ കറണ്ട് ഈക്വൽ ടു ഹെഡ് 1 ആക്കിയിട്ട് നമ്മൾ എടുക്കും. എന്നിട്ട് നമ്മുടെ അതിന്റെ അടുത്തത് നൾ അല്ലെങ്കിൽ നമ്മൾ കറണ്ട് എന്ന് പറഞ്ഞത് അടുത്ത നെക്സ്റ്റിലേക്ക് കൊടുക്കും. അതായത് അതിന്റെ ഈ ഒരു അഡ്രസ്സ് നമ്മൾ നെക്സ്റ്റിലേക്ക് കൊടുക്കും. എന്നിട്ട് അങ്ങനെ കറണ്ട് നെക്സ്റ്റ് ഈക്വൽ ടു ഹെഡ് 2 ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ നമ്മൾ ഹെഡ് 1 റിട്ടേൺ ചെയ്യും. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ 2 ഹെഡുകളെ കമ്പയർ ചെയ്ത് നമ്മൾ അത് അനലൈസ് ചെയ്ത് ജോയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, നമ്മുടെ അപ്പൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എക്സാമ്പിളും ഈ ഒരു അൽഗോരിതം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു സെക്ഷൻ വരുന്നത് പാർട്ട് ബിയിൽ. ഓക്കെ, അപ്പൊ നമ്മൾ പാർട്ട് ബിയിൽ നമുക്ക് വരുന്നതിൽ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്, അതുപോലെ തന്നെ ഈ മെമ്മറി അലോക്കേഷന്റെ കേസ്, അതുപോലെ തന്നെ ഈ ഇന്റർമീഡിയറ്റ് ഡബ്ല്യു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കേസും അപ്പൻഡും പഠിക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ 2023 പേപ്പറിൽ വരുന്നത്. ഇതിന് നമുക്ക് 7 മാർക്ക് വെച്ചിട്ടാണ് ഓരോന്നിനും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് 2022 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. 2022 നമ്മുടെ പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ വിത്ത് ആൻ എക്സാമ്പിൾ, ഗീവ് എനി വൺ യൂസ് ഓഫ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് തിയറിയിൽ. അത് അതുപോലെ തന്നെ നിങ്ങൾ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്താണ്, അതിന്റെ ആ ഒരു കോഡ്, അതിന്റെ ഒരു എക്സാമ്പിൾ, പിന്നെ അതിന്റെ ബേസിക് യൂസുകളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് അതുപോലെ എഴുതാം. പിന്നെ റൈറ്റ് ആൻ അൽഗോരിതം ഓർ സ്യൂഡോകോഡ് ടു കൗണ്ട് നമ്പർ ഓഫ് നോഡ്സ് ഇൻ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ്. നമ്മളൊരു സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റിൽ എത്ര നമ്പർ ഓഫ് നോഡ് ഉണ്ടാവും എന്ന് കൗണ്ട് ചെയ്യാനുള്ള ഒരു അൽഗോരിതം ഉണ്ട്. ഓക്കെ, ആ ഒരു അൽഗോരിതം നമുക്ക് ഇവിടെ എഴുതാനുണ്ട്. അപ്പൊ ആ ഒരു അൽഗോരിതം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ അൽഗോരിതം കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഹെഡ് എന്ന് കൊടുക്കും. ഹെഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ പാർട്ടുകൾ. അപ്പോൾ ഹെഡ് എന്ന് പറഞ്ഞ പാർട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ ടെമ്പററി എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഹെഡ് സ്റ്റോർ ചെയ്യും. എന്നിട്ട് നമ്മൾ കൗണ്ട് ചെയ്യും. ഇങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യും. ടെമ്പററിയിൽ നമ്മൾ ഹെഡ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൗണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. വൈൽ ടെമ്പററി നോട്ട് നൾ, അതായത് ടെമ്പററി നള്ളാവില്ല. അതായത് നമ്മളിങ്ങനെ ഓരോന്ന് കൗണ്ട് ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ ടെമ്പററിയിലേക്ക് അതിനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1, അതായത് നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ ഓരോന്ന് കൗണ്ട് ചെയ്ത് വരും. അതായത് ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ്. അപ്പൊ നമ്മൾ ടെമ്പററിയിൽ ആദ്യം കൊടുക്കുന്ന വാല്യൂ, പിന്നെ ടെമ്പ് എന്ന് പറയുന്നത് അതിന്റെ അടുത്ത വാല്യൂ നെക്സ്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മളെ നോഡ് എൻഡ് ചെയ്യുന്നത് എവിടെയാണോ അവിടെ നമ്മൾ ആ സംഭവം എൻഡ് ചെയ്യും. അപ്പൊ നമ്മുടെ ടെമ്പററി എന്തായിരിക്കും? നള്ളായിട്ട് മാറും. കാരണം അവിടെ ഒന്നും സ്റ്റോർ ചെയ്യാനില്ല. കാരണം ഫുൾ നമ്മൾ കവർ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? എവിടെയാണോ അത് എൻഡ് ചെയ്തത് അതിനെ നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് പ്രിന്റ് കൗണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കും. അപ്പൊ ഈ ഒരു അൽഗോരിതമാണ് നമ്മുടെ ബേസിക് എത്ര നമ്പർ ഓഫ് നോഡ് ഉണ്ട് ഒരു സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റിന് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത് സിമ്പിൾ ആണ്. ബേസിക്കലി ഇത് 3 മാർക്കിന് നമ്മുടെ 2022 പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ പാർട്ട് ബി നോക്കാം. നമ്മൾ പാർട്ട് ബിയിൽ അടുത്തത് നമ്മൾ അഡ്വാൻറ്റേജ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ് ഓവർ അറേയാണ്. ഇപ്പൊ ലിങ്ക്ഡ് ലിസ്റ്റ് ഓവർ അറേയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. റൈറ്റ് അൽഗോരിതം ടു ഇംപ്ലിമെന്റ് ക്യൂ യൂസിങ്. നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഉപയോഗിച്ച് സ്റ്റാക്കും ക്യൂവും അറേയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ കേസുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അഡ്വാൻറ്റേജസ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ് ഓവർ അറേ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അതിന്റെ സൈസ്. ലിങ്ക്ഡ് ലിസ്റ്റ് നമുക്ക് എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻസേർഷനും ഡിലീഷനും മെമ്മറി എഫിഷ്യൻസി, അതിന്റെ ഇംപ്ലിമെന്റേഷൻ എന്നുള്ളതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് 3 പോയിന്റ്സ് പറഞ്ഞിട്ട്. അപ്പൊ അത് നിങ്ങൾ അതുപോലെ പഠിക്കുക. ആ ഒരു സെക്ഷനെ ഇവിടെ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് പാർട്ട് ബിയിൽ വരുന്നത് ഗീവ് 5 മെമ്മറി പാർട്ടീഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 307. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നമുക്ക് 300 ഉണ്ട്, 700 ഉണ്ട്, 400 ഉണ്ട്, 500 ഉണ്ട്, 800 ഉണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് സൈസുകൾ ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനെ ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ്, വേസ്റ്റ് ഫിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കേസിൽ നമ്മളിത് ഇംപ്ലിമെന്റ് ചെയ്യണം. സെയിം പ്രൊസീജിയർ ആണ്. ഇവിടെ ഈ നമ്പേഴ്സ് മാറ്റേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെയും നമുക്ക് വരുന്നത് 7 മാർക്ക് വെച്ചാണ് ഈച്ച് വരുന്നത്. അപ്പൊ നിങ്ങൾ ആ ഇംപ്ലിമെന്റേഷൻ ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ്, വേസ്റ്റ് ഫിറ്റ് സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. അതുപോലെ തന്നെ മറ്റേ ക്വസ്റ്റ്യനിലാണെങ്കിൽ അഡ്വാൻറ്റേജസ്
ഒരു 4 എഴുതുക. അതുപോലെ തന്നെ അൽഗോരിതം ക്യൂ യൂസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതും നിങ്ങൾ എഴുതുക. ഓക്കെ, ഇതിന്റെ അൽഗോരിതം ഈ ഒരു രീതിയിലാണ് നമുക്കത് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനീഷ്യലി നമ്മുടെ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് ഈ രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ അപ്പെൻഡ് ചെയ്യാണ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് വെച്ച് നമ്മൾ അപ്പെൻഡ് ചെയ്യണം ഇവിടെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് തന്നിട്ടുള്ളത് 300 700, നമുക്ക് അപ്പെൻഡ് ചെയ്യേണ്ടത് 412 617. ഈ P3 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് നമുക്ക് അപ്പെൻഡ് ചെയ്യേണ്ട പൊസിഷൻ, അതായത് പ്രോസസ്സുകളെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ 300 700 400 അതുപോലെ തന്നെ 500 800 ആണ്. നമ്മൾ ഇനി ഫസ്റ്റ് ഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് വരുന്നത് 412 ആണ് അല്ലെ. 412 നമ്മൾ ഫസ്റ്റ് ഫിറ്റിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിരിക്കും 412 വരിക. കാരണം നമ്മൾ ആദ്യം 300 എന്തായാലും പറ്റില്ല. 300 എന്ന് പറഞ്ഞാൽ 412നേക്കാളും വലുത്. അപ്പൊ ഇവിടെ നമ്മൾ 412 കൊടുക്കാം. പിന്നെ നമ്മൾ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് 61K ആണ്. 61K നമുക്ക് എവിടെ കൊടുക്കാം? 61K നമുക്ക് ഈ 800ന്റെ അവിടെ 61K കൊടുക്കാം. ഓക്കെ, കാരണം ഇതാണല്ലോ, ഇതൊന്നും കമ്പാക്റ്റബിൾ അല്ല, ഇവിടെയാണ് സ്പേസ് ഉള്ളത്. പിന്നെ നമുക്ക് 500 ഉണ്ട്. 500 നമുക്ക് ഈ 500 എന്ന് പറയുന്നതാണ്, സോറി 500 അല്ല, നമുക്ക് പ്രോസസ് 3 എന്ന് പറയുന്നത് 112 ആണ്. അത് നമുക്ക് ഫസ്റ്റിൽ തന്നെ കൊടുക്കാം, കാരണം ഇവിടെ 300 ഉള്ളൂ. 112 നമുക്ക് ഈസി ആയിട്ട് ഇവിടെ കൊടുക്കാം. പിന്നെ P4 എന്ന് പറയുന്നത് 626 ആണ്. അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം അത്രയും സ്പേസ് ഉള്ള ഒരു ബ്ലോക്ക് പോലും നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. ഓക്കെ, ഫസ്റ്റിൽ വന്ന് നോക്കുന്ന സമയത്ത്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ കൺസെപ്റ്റ് ആണ് ഇത്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുമ്പോൾ ബെസ്റ്റ് എവിടെയാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട 412 ആണ്. 412 എവിടെയാണ് സ്യൂട്ടബിൾ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ 500ന്റെ അടുത്താണ് 412 സ്യൂട്ടബിൾ. പിന്നെ 617 നമ്മൾ നോക്കുന്ന 617 നോക്കുന്ന സമയത്ത് 700ന്റെ അടുത്താണ് നമുക്കറിയാം. പിന്നെ 112 നോക്കുന്ന സമയത്ത് നമുക്കറിയാം 112 ഏറ്റവും മുകളിൽ ഇവിടെ തന്നെയാണ് 300ന്റെ അടുത്ത്. പിന്നെ നമുക്ക് 626 ആണുള്ളത്. 626 നമുക്ക് ഇവിടെ എവിടെയാണ് ഏറ്റവും മുകളിൽ എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം 626 800ലാണ് ഒപ്റ്റ. അപ്പൊ അതിൽ നമുക്ക് എല്ലാം അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ വേസ്റ്റ് ഫിറ്റ് നോക്കുമ്പോൾ 412 നമ്മൾ ഏറ്റവും വലിയ സ്പേസിൽ തന്നെ കൊണ്ടു കൊടുക്കുക. അപ്പൊ നമ്മൾ 800ൽ കൊടുക്കും. പിന്നെ 617 നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള വലിയ സ്പേസ് 700ൽ കൊടുക്കുക. 112 എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ പിന്നെ വലിയ സ്പേസ് ഏതാ 500 അവിടെ കൊടുക്കുക. പിന്നെ 626 ഉണ്ട്, അത് നമുക്ക് കൊടുക്കാൻ ഇവിടെ സ്ഥലമില്ല. അപ്പൊ ഈ ഒരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കേസാണ്, സിമ്പിൾ ആണ്. ഇത് നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, 2022 പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ളത് പോളിനോമിയൽ അഡീഷൻ ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലിങ്ക്ഡ് ലിസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള പോളിനോമിയൽ അഡീഷൻ എങ്ങനെയാണെന്നുള്ളതും അത് എക്സാമ്പിൾ വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പൊ ആ ഒരു കേസാണ് നമ്മൾ അടുത്തതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടത്. പിന്നെ നമ്മൾ കമ്പയർ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ് ആൻഡ് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റും ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റും എങ്ങനെയാ റെപ്രസെന്റേഷൻ കമ്പാരിസൺ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇവിടെയാണ് അപ്പോൾ അഡ്രസ്സ് പ്രീവിയറും നെക്സ്റ്റും ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ബേസിക് തിയറിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് മൊഡ്യൂൾ 3 വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും അതൊക്കെ മാക്സിമം സ്കോർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ 22ലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് 21ലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റെഫർ ചെയ്യാം. 21ലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് വരുന്നത് പുഷ് ആൻഡ് പോപ്പ് ഓപ്പറേഷൻ, പോപ്പ് എലമെന്റ്സ് ഫ്രം എ ലിങ്ക്ഡ് ലിസ്റ്റ് സ്റ്റാക്ക് ആണ്. നമ്മൾ സ്റ്റാക്കിന്റെ ഫോമാറ്റ് നമ്മൾ പറയുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിന് സ്റ്റാക്കിൽ റെപ്രസെന്റ് ചെയ്യുക. അതിന്റെ പുഷും പോപ്പും ഓപ്പറേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് അതുപോലെ നിങ്ങൾ ചെയ്യുക. പിന്നെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെമ്മറി ബ്ലോക്ക് ഓഫ് സൈസ് 202, 302 and 101 allocated for programs of size 150, 100, 125, 100 and 100. Which allocation method is better in this case and why? അപ്പൊ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ മെമ്മറി ബ്ലോക്കുകൾ നമുക്ക് തന്നിട്ടുള്ളത് 202, 302, 101 ആണ്. അപ്പൊ അതിലേക്ക് നമ്മൾ ഇതിൽ ഓരോ പ്രോഗ്രാംസും അലോക്കേറ്റ് ചെയ്യണം. നമ്മളിതിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ വേർസ്റ്റ് ഫിറ്റ് മെത്തേഡ് ആണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് അനലൈസ് ചെയ്യുക. കാരണം ഇതിൽ നമുക്ക് 150 എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള 150 കൊടുക്കുക. പിന്നെ 100 എന്ന് പറയുമ്പോൾ അടുത്ത ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളത് കൊടുക്കുക.
പിന്നെ നമ്മുടെ 1 to 5 100 100 അത് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. നമ്മളിപ്പോൾ 2-3 പ്രോബ്ലംസ് ഇതേപോലെ കൺസെപ്റ്റിൽ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് വേസ്റ്റ് ഫിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ഫിറ്റിൽ മാത്രമേ നമുക്ക് ഈ എല്ലാ പ്രോഗ്രാംസും ഫുള്ളി ആഡ് ചെയ്യാൻ, അതായത് ഈ എല്ലാ പ്രോസസ്സുകളും കമ്പാരിറ്റീവ്ലി നമുക്ക് സ്പേസ് കിട്ടുന്നത് വേസ്റ്റ് ഫിറ്റിലാണ്. നമ്മൾ ഓരോ ഫിറ്റുകളും നോക്കുക, എന്നിട്ട് നമ്മൾ അനലൈസ് ചെയ്യുക ഏതാണ് ബെറ്റർ എന്നുള്ളത്, എന്നിട്ട് നമ്മൾ എടുത്ത് പറയണം വേസ്റ്റ് ഫിറ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനാണ് നമുക്ക് പാർട്ട് എ വരുന്നത്. 3 മാർക്ക് വെച്ചിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മുടെ പാർട്ട് ബിയിൽ നമ്മുടെ മെമ്മറി അലോക്കേഷൻ ഫോർ ഫിക്സഡ് സൈസ്ഡ് ബ്ലോക്സ് വിത്ത് ഹെൽപ്പ് ഓഫ് ആൻ അൽഗോരിതം നമ്മൾ പറയുന്നുണ്ട്. മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി നമ്മുടെ ബെസ്റ്റ് ഫിറ്റ്, വേസ്റ്റ് ഫിറ്റ്, ആ കേസും കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി മെമ്മറി അലോക്കേഷനിൽ വരുന്നത്. നമ്മൾ ഫസ്റ്റ് ഒരു പാർട്ട് പറയുന്നുണ്ട് മെമ്മറി എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മെമ്മറി അലോക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ നമ്മൾ എങ്ങനെയാണ് മെമ്മറി ഇങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും, ഓൾറെഡി ഉണ്ടായിരിക്കും. അതെങ്ങനെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അതെങ്ങനെയാണ് ബേസിക്കലി നമ്മൾ അലോക്കേറ്റ് ചെയ്ത് ഓരോന്നിനും അവിടെ കൊടുക്കും. എന്നിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഒരു അൽഗോരിതം വെച്ചിട്ട്. അപ്പോൾ ആ ഒരു ഇനീഷ്യലൈസേഷൻ അതുപോലെ നിങ്ങൾ പറഞ്ഞാൽ മതി. എന്നിട്ട് അതിൽ നിങ്ങൾ വേസ്റ്റ് ഫിറ്റ് അലോക്കേഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് അടുത്തതാണ്. അത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് സിമ്പിൾ ആണ്. വേസ്റ്റ് ഫിറ്റ് അലോക്കേഷൻ എല്ലാം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ ബേസിക് തിയറി കാര്യങ്ങളാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അതുപോലെ എഴുതി വെച്ചാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടതില്ല. അടുത്തത് വരുന്നത് അൽഗോരിതം ടു മൾട്ടിപ്ലൈ 2 പോളിനോമിയൽ റെപ്രസെന്റഡ് യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലിങ്ക്ഡ് ലിസ്റ്റ് അൽഗോരിതം മൾട്ടിപ്ലിക്കേഷൻ. അതുപോലെ തന്നെ റൈറ്റ് അൽഗോരിതം ടു ഇൻസേർട്ട് എലമെന്റ്, ഡിലീറ്റ് എലമെന്റ് ഫ്രം ബിഗിനിങ് ഓഫ് എ സർക്കുലർ ഡബിൾ ലിങ്ക്ഡ് ലിസ്റ്റ്. അത് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻസേർട്ട് ചെയ്യുന്നതും അതായത് ബിഗിനിങ്ങിൽ ഉള്ളതാണ് വേണ്ടത്. അതായത് നമ്മൾ എലമെന്റ് ബിഗിനിങ്ങിൽ എങ്ങനെ ഇൻസേർട്ട് ചെയ്യും, ഡിലീറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഫിഗർ വെച്ച് നമ്മൾ അൽഗോരിതം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതൊക്കെ ബേസിക് തിയറിയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അതുപോലെ മാർക്ക് വാങ്ങാൻ പറ്റുന്ന കേസാണ്. ഓക്കെ, നിങ്ങൾ ഈ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഫിഗർ വെച്ച് റെപ്രസെന്റ് ചെയ്തിട്ട് അതിന്റെ അൽഗോരിതം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. പിന്നെ ഇൻസേർട്ട് ചെയ്യുന്നത് ബിഗിനിങ്ങിലുള്ളത് നമ്മൾ ഫിഗർ വെച്ച് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യുന്നത് ഫിഗർ വെച്ചിട്ട് നിങ്ങൾ ആ കൺസെപ്റ്റ് എഴുതിയാൽ മതി. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ 14 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അപ്പോൾ ഇതിന്റെ പോർഷൻസ് ഒക്കെ എളുപ്പമാണ്. നിങ്ങൾ നമ്മുടെ മൊഡ്യൂൾ 3 ബേസിക്കലി നോട്ട് ചെയ്യേണ്ടത് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഇൻസേർഷൻ, അതുപോലെ തന്നെ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്, പിന്നെ നമ്മൾ ആ മെമ്മറി അലോക്കേഷൻ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ്, അതെന്തായാലും സിമ്പിൾ ആണ്. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിന് അറേ, സ്റ്റാക്ക്, ക്യൂവിലൊക്കെ റെപ്രസെന്റേഷൻ പഠിക്കുന്നുണ്ട്. അതും നിങ്ങൾ എന്തായാലും ഇവിടെ പഠിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങളുടെ മൊഡ്യൂൾ 3 കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്ത് ബേസിക് തിയറി ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് സ്കോർ ചെയ്യുക. കാരണം ഇത് നമുക്ക് വൺ ഓഫ് ദ തിയറി കൂടുതൽ വരുന്ന ഒരു മൊഡ്യൂൾ കൂടെ ആണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.